ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡിലെ നനയാത്ത മഴ എന്ന പ്രിയ എസിൻ്റെ പാഠഭാഗം നമുക്കൊന്ന് എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെച്ചേക്കേണ്ടതുണ്ട്, നമുക്ക് അറിഞ്ഞു വെച്ചേക്കേണ്ടതുണ്ട്. പറഞ്ഞ് ശരിയാവുന്നില്ലേ? ഓക്കെ, സെറ്റ്. അതായത് നമുക്കെല്ലാവർക്കും മഴ ഒരു അനുഭവമാണ്. മഴ കൊണ്ട അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. എന്നാൽ പ്രിയ എസ് എന്ന എഴുത്തുകാരി നമ്മളോട് പങ്കുവെക്കുന്നത് നനയാത്ത മഴയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്. അസുഖം കാരണങ്ങളോ മറ്റു പല കാരണങ്ങളാൽ മഴ തനിക്ക് ലഭിക്കാതെ പോയ സാഹചര്യത്തെക്കുറിച്ച്, അത് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിട്ട് അവർ കാണുന്ന ഒരവസ്ഥയെ നമ്മളുമായിട്ട് അവർ ഷെയർ ചെയ്യാണ്. പക്ഷേ മഴ അവർക്ക് കൂട്ടുകാരിയായിരുന്നു. വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കളെക്കാൾ, മറ്റുള്ള പ്രിയപ്പെട്ടവരെക്കാൾ ഏറ്റവും കൂടുതൽ പോകല്ലേ എന്ന് പറഞ്ഞ് കൂടെ നിർത്താൻ അവർ ആഗ്രഹിച്ചിരുന്നത് ആരെയായിരുന്നു? മഴയായിരുന്നു. മഴ അവർക്ക് അനുഭവമായിരുന്നത് കൈകൾ പുറത്തേക്ക് നീട്ടിയ സമയത്ത് കൈകളിൽ വീഴുന്ന വെള്ളത്തുള്ളികളിലൂടെയായിരുന്നു മഴയെ അവർ അറിഞ്ഞിരുന്നത്. നോക്കുക, പ്രിയ എസിൻ്റെ നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പ് ബാല്യത്തിലും കൗമാരത്തിലും അനുഭവിച്ച നനവുള്ള സങ്കടത്തിൻ്റെ ഓർമ്മകളാണ്. ഏകാന്തമായ മനസ്സിനെ മഴയുടെ സാന്നിധ്യം സാന്ദ്രമാക്കിയതായി കഥാകാരി എന്ത് ചെയ്യുന്നത് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. പാഠഭാഗത്തിൻ്റെ ആശയം നോക്കുക. അസുഖങ്ങൾ ചെറുപ്പം തൊട്ട് വിടാതെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? പ്രിയ എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അസുഖങ്ങൾ ചെറുപ്പം തൊട്ടേ സന്തത സഹചാരിയായിരുന്ന കഥാകാരിക്ക് മഴയുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞില്ല. എങ്കിലും വേറെ ഏത് ബന്ധുവിനേക്കാളും കഥാകാരി ഇഷ്ടപ്പെടുന്നത് മഴ ബന്ധുവിനെയാണെന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധത്തിൻ്റെ ഗാഢതയെ തിരിച്ചറിയാവുന്നതാണ്. പോകാൻ തുനിയുമ്പോൾ വേണ്ട പോകണ്ട, പോകാൻ തുനിയുമ്പോൾ വേണ്ട പോകണ്ട എന്ന് പറയാൻ മാത്രം, ഇത്തിരി നേരം കഴിഞ്ഞ് പോയാൽ മതി എന്ന് ആരോടാ പറയുന്നത്? മഴയോട് കൂട്ടുകാരി പറയുമ്പോൾ മഴ എന്ത് ചെയ്യുന്നു? അവിടെ തോറ്റുപോകുന്നു. മഴയത്ത് ഇറങ്ങി നിന്ന് ആസ്വദിക്കാൻ കഴിയാതിരുന്ന കഥാകാരി വീടിനകത്തു നിന്നും വിരലുകളാൽ തൊട്ടാണ് മഴയെ ആസ്വദിച്ചിരുന്നത്. രോഗങ്ങൾ കഥാകാരിയെ മഴയിൽ നിന്ന് അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ തുനിയുന്ന ഇഴയടുപ്പത്തെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. മഴയുടെ സംഗീത വിരുന്ന്, വെള്ളി നൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകളാണ്. മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രയിലും മഴ തനിക്ക് അനുഗ്രഹമാവുകയായിരുന്നുവെന്ന് പ്രിയ എസ് ഓർക്കുന്നു. ദിവസേന 4 മഴകൾ സ്വന്തമാക്കിയതിൻ്റെ നിർവൃതി അവരിപ്പോഴും അനുഭവിക്കുന്നു. വർണ്ണങ്ങൾ മിന്നിമറയുന്ന അന്നത്തെ കുഞ്ഞുടുപ്പിനും മഴ സമ്മാനിക്കുന്ന മഴവില്ലിനും നിറഭേദമില്ലായിരുന്നുവെന്ന് ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും ചിലപ്പോൾ നമ്മൾ പിണങ്ങാറുള്ളത് പോലെ സിനിമ കാണാനും കോളേജ് അഡ്മിഷനും പോകാനുള്ള സമയത്താണ് മഴ പെയ്തു എന്ന് എന്ത് ചെയ്തത്? അത് തടസ്സമുണ്ടാക്കിയത്. അതുകൊണ്ട് മഴയോട് പിണക്കം നടിച്ചു നിന്നു നമ്മുടെ എഴുത്തുകാരി. ആ സമയത്ത് ചിണുങ്ങി വരാറുള്ള മഴയെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതായി പ്രിയ എസ് ഓർക്കുന്നു. മഴ കാണുന്ന ആളുകളുടെ അവസ്ഥ പോലെ ഇരിക്കും അതിൻ്റെ ഭാവങ്ങൾ. ചിലപ്പോൾ ചരൽ മഴയായിട്ട്, ചിലപ്പോൾ യക്ഷിമഴയായിട്ട്, ചിലപ്പോൾ കണ്ണീർ മഴയായിട്ട്, ചിലപ്പോൾ വേദന മഴ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ കഥാകാരിയുടെ ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ മഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുന്നു. 50 വയസ്സിലും 5 വയസ്സിൻ്റെ കൗതുകം നൽകാൻ മഴയ്ക്ക് കഴിയുന്നുണ്ടെന്നും അത് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ഉള്ളു തുറന്നു പറയാൻ എഴുത്തുകാർ ശ്രമിക്കുന്നു. ബാല്യത്തെ വീണ്ടെടുക്കുന്ന നനവുള്ള സ്മരണകൾ വായനക്കാരിലും ആർദ്രതയേറുന്നു എന്ന് നമുക്ക് കാണാം. സെറ്റ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും തോരണം തീർക്കുന്നു. മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും എന്ത് ചെയ്യുന്നു? തോരണം തൂക്കുന്നത് പോലെ തോന്നുന്നു. പ്രയോഗഭംഗി. മഴ പെയ്യുന്ന സമയത്ത് ഓടിട്ട വീടായിരിക്കണമെന്ന് കവിയത്തിൽ പറയുന്നുണ്ടല്ലേ. ഓടിട്ട വീട്ടിലേക്ക് മഴ വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഓരോ പാത്തിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന കാഴ്ചയുണ്ട്. ഇതിനെയാണ് തോരണം തൂക്കുക എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രയോഗഭംഗി കണ്ടെത്തുക. മഴയുടെ സൗന്ദര്യം വാക്കുകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഓടിട്ട വീടിന് മുകളിൽ പെയ്യുന്ന മഴ ഓടിറമ്പിലൂടെ നൂലുപോലെ താഴേക്ക് പതിക്കുന്നു. മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും തോരണം തൂക്കുന്നത് പോലെ മഴയുടെ വെള്ളി നൂലുകളാൽ വീട് തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കല്യാണ വീട് പോലെ ആയി മാറുന്നു എന്ന് സൂചന. സെറ്റ്. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. ഈ വാക്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? മഴ പെയ്തു കഴിഞ്ഞ് മരക്കൊമ്പുകളിലെ മഴത്തുള്ളികൾ പൂക്കൾ കൊഴിഞ്ഞ് വീഴുന്നത് പോലെ താഴേക്ക് പതിക്കുന്നു. മഴത്തുള്ളികളെ
പവിഴമല്ലിപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നിലത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പവിഴമല്ലിപ്പൂക്കൾ വിധാനിച്ചതുപോലെ അനുഭവപ്പെടുന്നു. പവിഴമല്ലിപ്പൂവിൻ്റെ വെണ്മ ആ മഴത്തുള്ളികൾക്കുണ്ട്. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന വാക്കുകളിലൂടെ മഴയോടുള്ള എഴുത്തുകാരിയുടെ ആത്മബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, വെളിവാക്കുന്നുണ്ട്. ഇനി നോക്കുക, മഴ എഴുത്തുകാരിക്ക് ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് വിലയിരുത്തുക. മഴ എഴുത്തുകാരിക്ക് ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് വിലയിരുത്തുക. മഴ അനുഭവത്തിൻ്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് പ്രിയ AS-ൻ്റെ നനയാത്ത മഴ എന്ന അനുഭവക്കുറിപ്പ്. മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളും മഴ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. എഴുത്തുകാരിക്ക് മഴ ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമൊക്കെയാണ്. മഴയുടെ വിവിധ ഭാവങ്ങൾ എഴുത്തുകാരിയുടെ ഭാവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. മഴയുടെ വിവിധ ഭാവങ്ങൾ എഴുത്തുകാരിയുടെ ഭാവമായി എന്ത് ചെയ്യുന്നു, മാറുന്നു. സ്നേഹമായും സാന്ത്വനമായും ഭയമായും നാശമായും വികാരമായും സുഹൃത്തായും മഴ പ്രത്യക്ഷപ്പെടുന്നു. ശാരീരികമായ അവശതകൾ മറക്കാനുള്ള ഉപാധിയായി മഴ മാറുന്നു. തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലുമെല്ലാം മഴ കൂടെ ഉണ്ടായിരുന്നുവെന്ന് എഴുത്തുകാരി തിരിച്ചറിയുന്നു. നനയാത്ത മഴ എന്ന പാഠഭാഗത്തിന് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഏതാണ് ഉത്തരം? നമ്മൾ തുടക്കത്തിൽ പാഠസംഗ്രഹം തന്നല്ലേ, അത് തന്നെയാണ് ഉത്തരം. ഒന്നുകൂടി തരുന്നു. പ്രിയ AS-ൻ്റെ നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പ് ബാല്യകാല കൗമാരങ്ങളുടെ നനവുള്ള ഓർമ്മകളാണ്. ഏകാന്തമായ മനസ്സിനെ മഴയുടെ സാന്നിധ്യം സാന്ദ്രമാക്കിയതായി കഥാകാരി ഓർമ്മിക്കുന്നു. അസുഖങ്ങൾ ചെറുപ്പം തൊട്ടേ സന്തത സഹചാരിയായിരുന്ന കഥാകാരിക്ക് മഴയുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വേറെ ഏത് ബന്ധുവിനേക്കാളും കഥാകാരി ഇഷ്ടപ്പെടുന്നത് മഴയെയാണ്. അപ്പോൾ അതിൻ്റെ പോകാൻ തുനിയുമ്പോൾ, മഴ നിൽക്കാൻ പോകുന്ന സമയത്ത് വേണ്ട പോകണ്ട, ഇത്തിരി നേരം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയാൻ കഴിയുന്ന സ്നേഹശാഠ്യത്തിന് മുന്നിൽ മഴ പോലും തോൽക്കുന്നു. മഴയത്ത് ഇറങ്ങി നിന്ന് ആസ്വദിക്കാൻ കഴിയാതിരുന്ന കഥാകാരി വീടിനകത്തുനിന്ന് വിരലുകളാൽ തൊട്ടാണ് മഴയെ ആസ്വദിച്ചിരുന്നത്. രോഗങ്ങൾ കഥാകാരിയെ മഴയിൽ നിന്ന് അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ തുനിയുന്ന ഇഴയടുപ്പത്തെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. മഴയുടെ സംഗീത വിരുന്ന്, വെള്ളിനൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകളാണ്. മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രയിലും മഴ തനിക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് പ്രിയ AS ഓർക്കുന്നു. ദിവസേന 4 മഴകൾ സ്വന്തമാക്കിയതിൻ്റെ നിർവൃതി അവരിപ്പോഴും അനുഭവിക്കുന്നു. വർണ്ണങ്ങൾ മിന്നിമറയുന്ന അന്നത്തെ കുഞ്ഞുടുപ്പിനും മഴ സമ്മാനിക്കുന്ന മഴവില്ലിനും നിറഭേദമില്ലായിരുന്നുവെന്ന് ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും ചിലപ്പോൾ പിണങ്ങാറുള്ളതുപോലെ സിനിമ കാണാനും കോളേജ് അഡ്മിഷനും വിഘാതമായി നിന്ന മഴയോട് മുഷിപ്പ് തോന്നിയെങ്കിലും പിണക്കം നടിക്കുമ്പോൾ ചിണുങ്ങി വരാറുള്ള മഴയെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതായി പ്രിയ AS ഓർക്കുന്നു. കാഴ്ചക്കാരൻ്റെ മാനസിക ഭാവങ്ങളാണ് പ്രകൃതി ഭാവങ്ങളെ വായിക്കുന്നത്. ചരൽമഴ, യക്ഷിമഴ, കണ്ണീർമഴ, വേദനമഴ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ കഥാകാരിയുടെ ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ മഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നു. 50 വയസ്സിലും 5 വയസ്സിൻ്റെ കൗതുകം നൽകാൻ മഴയ്ക്ക് കഴിയുന്നുണ്ടെന്നും അത് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ഉള്ളു തുറന്നു പറയാൻ എഴുത്തുകാരി ശ്രമിക്കുന്നു. ബാല്യത്തെ വീണ്ടടക്കുന്ന നനവുള്ള സ്മരണകൾ വായനക്കാരിലും സന്തോഷം നൽകുന്നു. സെറ്റാണല്ലോ? നനയാത്ത മഴ ഓർത്ത് വെച്ചേക്കുക, പാഠഭാഗം വായിക്കുക, ക്വസ്റ്റ്യൻസ് സെറ്റാക്കുക. ഓക്കെ, താങ്ക് യു.